ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റവ കൊണ്ട് പെർഫെക്റ്റായിട്ട് നല്ല ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ കുറച്ച് ടിപ്സുകളും കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി റവ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ ഒരു 2 പാത്രം റവ ആണ് എടുത്തിട്ടുള്ളത്. അവിടെ അളന്ന് മാറ്റി വെച്ചതാണ്. അത് ഞാൻ പാത്രത്തേക്ക് ഇട്ടു. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ നന്നായി ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇനി റവ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം പാത്രം ഒന്നുകൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ലേശം കടുക് ഇടുന്നുണ്ട്. ലേശം ഉഴുന്ന്, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വഴിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, ചതക്കിയതാണ്. ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇടുന്നുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റാണ് ചെറുതായി അരിഞ്ഞിട്ട് ഒരു ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ചെറിയൊരു ക്യാരറ്റാണ്. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ റവ എടുക്കുന്നതിനനുസരിച്ച് വെള്ളത്തിന് വ്യത്യാസം വരും. അതിനുശേഷം 1 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പും പാകത്തിന് ഇട്ടുകൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം അടച്ച് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം കേട്ടോ. വെള്ളം തിളച്ചിട്ടില്ല, ഒന്നും കൂടെ നമ്മൾ അടച്ചെടുക്കുകയാണ്. ഉഷാറായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. നല്ലോണം ഒന്ന് കുറച്ച് വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് വെച്ചതിന് ശേഷം റവ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നായിട്ട് കണ്ട് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ കുറേശ്ശെ ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്, ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീയൊന്ന് പറ്റ കുറച്ച് കൊടുക്കണം. അത് സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ റവ ഇതായി കിട്ടും. അപ്പോൾ ഇതൊന്ന് വെന്തിട്ട് ഇങ്ങനെ സാധാരണ ഒന്ന് റവ വേവുകയും ചെയ്യും. അതിന് ശേഷം ഞാനിതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ അതേപോലെ ചെറിയ ചൂടിലൊന്നും കൂടെ ആവിയിൽ അത് ഒന്നും കൂടെ വെന്ത് വെക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് വേറെ പാത്രത്തിലെടുത്ത് തിന്നാവുന്നതാണ്. ഇത് അടിപൊളി പെർഫെക്റ്റ് ആയിരിക്കും. ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.